ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാൻ കഴിയുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ SDP-യുടെ നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും SDP-യെ സഹായിച്ചിട്ടുള്ളവരെ അവിടെ നിന്ന് പുറത്താക്കി തുടങ്ങിയിരിക്കുന്നുള്ളതാണ്. കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ നേരത്തെ PFI നിരോധനം 2.5 കൊല്ലം മുമ്പ് നിരോധിച്ച PFI നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ടിങ് അവരുടെ ഫണ്ടുകൾ പരിശോധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ ഉണ്ടായിരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഫണ്ടുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരുടെ നോട്ട് ചെയ്തു. അല്ലെങ്കിൽ അതിനകത്ത് അന്ന് നമ്മൾക്ക് കിട്ടിയ വിവരമനുസരിച്ച് ഏതാണ്ട് 13,000-ഓളം അക്കൗണ്ടുകൾ വിദേശ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് 10,000-ഓളം നമ്മുടെ കേരളത്തിൽ ഉള്ളതാണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അവരൊക്കെ കേരളത്തിലേക്ക് തിരിച്ചു വരാൻ പോലും നിൽക്കാതെ മിഡിൽ ഈസ്റ്റിലെല്ലാം നിൽക്കുകയാണ്. തിരിച്ചു വന്നവരെയൊക്കെ ED പൊക്കി അകത്തിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അറിഞ്ഞും അറിയാതെയും പെട്ടുപോയിട്ടുള്ളവരുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അറിഞ്ഞാലും അറിയാതെയാണെങ്കിലും പെട്ടുപോയിട്ടുള്ളവർക്ക് വന്നാൽ ഇനിയും ഈ പറയുന്ന ഈ വിഷയമായിട്ട് PFI നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട് നേതാക്കന്മാർ അകത്ത് കിടക്കുന്നത് പോലെ രാജ്യദ്രോഹ കുറ്റത്തിനകത്ത് കിടക്കാൻ സാധിക്കുമോ എന്നുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭയം കൊണ്ട് അവർ തിരിച്ചു വരാതിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് ഈ PFI നിരോധനത്തിന് ശേഷവും ഈ പറയുന്ന PFIയെ സഹായിക്കുന്നതിന് വേണ്ടി ഗൾഫിൽ പണം കൊടുത്തുകൊണ്ടിരുന്ന ആൾക്കാരുടെ ലിസ്റ്റ് ഗൾഫിൽ ഖത്തർ പോലെ അല്ലെങ്കിൽ UAE പോലെയും സൗദി പോലെയുള്ള രാജ്യങ്ങളിൽ കൊടുത്തിട്ട് ആ ആൾക്കാരെ നോട്ട് ചെയ്തിട്ട് ആ രാജ്യം ഇടപെട്ട് അവരെ തിരിച്ചു കയറ്റി വിടുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഇന്ത്യക്ക് കൈമാറുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ 3 മാസമായിട്ട് അതിനുള്ള പ്രക്രിയ വളരെ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് മുഹമ്മദ് ഫൈസിയെ ED അല്ലെങ്കിൽ ദേശീയ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തത്. അപ്പം അതിനു മുമ്പേ ഏതാണ്ട് 126 പേരെയോളം ഈ പറയുന്ന ഈ ദേശീയ പ്രസിഡന്റ് അവിടെ ചെന്ന് NGOs ഉണ്ടാക്കി, അല്ലെങ്കിൽ അവിടെ ചെല്ലാതെ തന്നെയും ഈ പറയുന്ന അകത്ത് കിടക്കുന്ന ജയിലിൽ കിടക്കുന്ന PFI നേതാക്കന്മാരെ ഇറക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ അഭാവത്തിൽ അവരുടെ പ്രവർത്തനം SDP എന്ന് പറയുന്നതിന്റെ മറവിലും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ പറയുന്ന കാരുണ്യ സംഘടനകളുടെയൊക്കെ മറവിലും നടത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പുണ്യമാസത്തിലെ ആൾക്കാർക്ക് സക്കാത്ത് കൊടുക്കുന്നതിന്റെ മറവിൽ അവിടുന്ന് പണം പിരിക്കുന്നതിന് വേണ്ടി ഇതിന് സഹായിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഈ NGOs ഉണ്ടാക്കി അവിടെ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നവർ, അല്ലെങ്കിൽ ഇതിനകത്തൊന്നും നിൽക്കാതെ ആണെങ്കിൽ പോലും അതിന് വേണ്ട സാമ്പത്തിക സഹായം ചെയ്തിട്ടുള്ളവരെ ഇന്ത്യക്കകത്ത് നിന്ന് പോയിട്ടുള്ള ആൾക്കാരുടെ എന്തെല്ലാം വേറെ ബുക്സ് അവരിവിടുന്ന് വരുന്ന അക്കൗണ്ട്, അവരുടെ വേറെ ബുക്സ്, മറ്റു കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉള്ള ആൾക്കാരെ നമ്മുടെ രഹസ്യ അന്വേഷണ വിഭാഗം നോട്ട് ചെയ്യുകയും അവർ സാമ്പത്തികം അങ്ങോട്ട് അയക്കുന്നു അതിനെപ്പറ്റി നോട്ട് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ അവർ കൃത്യമായിട്ട് PFIയെ സഹായിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ PFI നിരോധിച്ചതിന് ശേഷം അതിന്റെ പ്രൊമോഷന് വേണ്ടി SDP നിൽക്കുമ്പോൾ ആ SDP സഹായിക്കുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ളതെന്ന് കണ്ട് അതിനകത്ത് ഉള്ള ആൾക്കാരെ നോട്ട് ചെയ്ത് കൊടുക്കും. അപ്പം ഈ പറയുന്ന വിദേശ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നയതന്ത്ര ബന്ധം എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ പ്രാവശ്യം ഇന്ത്യയിൽ അധികാരത്തിൽ നരേന്ദ്രമോദി വന്നപ്പോൾ ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് ഇഷ്ടമല്ലാത്ത ആൾക്കാർ, നമുക്കിപ്പം ജനാധിപത്യ സംവിധാനമായതുകൊണ്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ അധികാരത്തിൽ കൊണ്ടുവരും. കുറെ ആൾക്കാർക്ക് മൊത്തം ആൾക്കാർക്ക് ഇഷ്ടമുള്ള ആളായിരിക്കത്തില്ല വരുന്നത്. അപ്പൊ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞ് വലിയ രാജ്യത്തും പോയിരുന്ന് ഇന്ത്യയുടെ ഭാഗമായിട്ട് നിന്നിട്ട് ആ പ്രധാനമന്ത്രിയെ ചീത്ത വിളിക്കുന്നു, ഇന്ത്യയെ ചീത്ത വിളിക്കുന്നു ഒക്കെ എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളിൽ ആ പൗരന്മാർ ചെയ്യുന്ന ഒരു അവസ്ഥയല്ല, അല്ലെ രാജ്യത്തോട് സ്നേഹമുള്ള പൗരന്മാർ ചെയ്യുന്ന ഒരു അവസ്ഥയല്ല. അപ്പൊ ആദ്യം നരേന്ദ്രമോദി അധികാരത്തിൽ നിൽക്കും, നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഫേസ്ബുക്കിൽ കൂടി യൂട്യൂബിൽ കൂടിയൊക്കെ ഇത്തരത്തിൽ ആൾക്കാരെ ചീത്ത വിളിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ നരേന്ദ്രമോദി ഉൾപ്പെടെ ഇപ്പൊ അതൊന്നും നടക്കത്തില്ല. ആ രാജ്യത്ത് പോയാലും സ്വന്തം രാജ്യത്തെ ചീത്ത വിളിക്കുന്നവരുണ്ടെങ്കിൽ ആ രാജ്യത്ത് നിൽക്കാൻ പറ്റത്തില്ലെന്നുള്ള നിയമം അവിടെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽസിന് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അങ്ങ് വിദേശ രാജ്യങ്ങളിൽ പോയിരുന്നാൽ സുരക്ഷിതമായിട്ടിരിക്കാം എന്നുള്ള രീതിയൊക്കെ മാറി. കാരണം നയതന്ത്ര ബന്ധം അത്തരത്തിൽ വലുതായി. ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യക്കുള്ള ബന്ധവും, അല്ലെങ്കിൽ ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇന്ത്യക്ക് വെളിയിലുള്ള ലോകത്തുള്ള എല്ലാ ഇസ്ലാമിക രാജ്യങ്ങൾക്കും അവരുടെ പരമോന്നത ബഹുമതികളെല്ലാം വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയുമാണ് എന്നുള്ളത്. ഏറ്റവും അവസാനം നമ്മൾ പരിശോധിക്കുമ്പോൾ ഖത്തറിൽ നിന്ന് വരെ വന്നു ഏതോ എല്ലാ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെയും നേതാവാണ്, അല്ലെങ്കിൽ അവർക്ക് ഫണ്ട് കൊടുക്കുന്നു, അവരെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഖത്തറിൽ നിന്ന് ഇവിടെ വന്നിട്ട് സംയുക്തമായിട്ട് ടെററിസ്റ്റ് ഗ്രൂപ്പിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രസ്താവനയും, അല്ലെങ്കിൽ അതിർത്തി കടന്നുള്ള ആക്രമണത്തെ എതിർക്കുന്ന ഒരു പ്രസ്താവനയും വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റും ഇന്ത്യയിൽ നടത്തിയിട്ടാണ് പോയത്. അപ്പം ഇപ്പൊ അവിടെ നിന്ന് ആദ്യം 128 പേരെ ഡൽഹിയിലേക്ക് വന്നത്, കേരളത്തിൽ നിന്ന് എത്ര പേരുണ്ടെന്ന് അറിയത്തില്ല. രണ്ടാമത് ഇപ്പൊ 150 പേരെ കൂടി തിരിച്ചു കയറ്റി അയക്കുന്നതിന് വേണ്ടി ഉള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതായത് ഇന്ത്യക്കകത്ത് ഇന്ത്യ വിഭജനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഇഷ്ടം പോലെ ഇന്ത്യക്കകത്ത് കലാപം ഉണ്ടാക്കുന്നതിനും, അല്ലെങ്കിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിനും, അത് പറയുന്ന ഇന്ത്യക്ക് ഗവൺമെന്റ് എടുക്കുന്ന നിയമങ്ങൾ വളച്ചൊടിച്ച് ആൾക്കാരെ കൂട്ടിയോജിപ്പിക്കുന്നതിനും, ഇന്ത്യക്കകത്ത് സാധ്യമാവാത്തത് അത് സാധ്യമാക്കുന്നതിന് വേണ്ടി വിദേശ രാജ്യങ്ങളെ ഉപയോഗപ്പെടുത്തിയിരുന്ന ആൾക്കാർക്ക് ഇനിയും അത് ഉപയോഗപ്പെടുത്താൻ പറ്റത്തില്ല എന്ന് മാത്രവുമല്ല, അവർക്ക് അവിടെ ജോലി ചെയ്യാൻ
ഒക്കാത്ത ഒരവസ്ഥയും ഒരു കാലത്തും ഇത്തരം കാര്യങ്ങൾ ഏർപ്പെടുന്നവർക്ക് വീണ്ടും ഈ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. അവിടെ നിന്ന് പിടിച്ച് അവിടുത്തെ പോലീസ് ഇന്ത്യയുടെ ആഭ്യന്തര സംവിധാനത്തിന് അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസിനെ ഏൽപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഈ പറയുന്ന നിയമങ്ങളാണ് പാസ്സാക്കിയിട്ടുള്ളത്. അതായത് കുറ്റം ചെയ്യുന്നവർ ഇപ്പം ഗൾഫിൽ നിന്നൊരു കുറ്റം ചെയ്തിട്ട് ഇന്ത്യയിൽ വന്നാൽ ഇന്ത്യയിൽ നിന്ന് അയാളെ തിരിച്ച് ഗൾഫിൽ കൊടുക്കുന്നതിനും, അല്ലെങ്കിൽ ഈ പറയുന്ന മുസ്ലിം രാജ്യങ്ങൾ കുറ്റം ചെയ്താൽ അവരെ ഈ രാജ്യം ആവശ്യപ്പെടുന്നതനുസരിച്ച് അവിടുത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ഇന്ത്യയിൽ എത്തിക്കുന്നതിനും വേണ്ടി ഉള്ള നിയമങ്ങൾ ഈ രാജ്യങ്ങൾ പരസ്പരം നയതന്ത്ര ബന്ധത്തിൽ കൂടി അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതായത് ഈ രാജ്യത്തിനകത്ത് ഇപ്പൊ നമ്മൾ ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് അല്ലെങ്കിൽ 2014 ശേഷം ഈ PFI പോലെയുള്ള സംഘടനകൾ ഈ രാജ്യത്തിനകത്ത് മറ്റ് നമ്മൾ പണ്ട് വെളിയിൽ നിന്ന് പേടിച്ചാൽ മതി, IS പോലെയും അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി പോലെയും വെളിയിൽ, ഇപ്പം ഇവിടെ അതിനു മുമ്പ് ചില സംഘടനകൾ സിമി പോലെയുള്ളതുണ്ട്, പക്ഷെ അതൊക്കെ ഇത്രയും ഒരു മൂർധന്യാവസ്ഥയിൽ എത്തിയിട്ടില്ല. കാരണം ഈ PFI പിടിച്ചു കഴിഞ്ഞപ്പോഴാണല്ലോ അവരുടെ ചെയ്തികൾ എന്തൊക്കെയായിരുന്നു, ഇന്ത്യയെ വിഭജിക്കുന്നു, അതായത് മ്യാൻമർ മുസ്ലിങ്ങൾക്ക് ഒരു ഇന്ത്യ, മറ്റേ ക്രിസ്ത്യാനികൾക്ക് ഒരു ഇന്ത്യ, ഇന്ത്യ 3ഓ 4ഓ ആയിട്ട് വിഭജിക്കുന്നു, അല്ലെങ്കിൽ 2047 വിഭജിക്കുന്നു. ആ 47 വിഭജിക്കുന്നതിന് വേണ്ടി കായികമായിട്ട് അഭ്യാസം അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ആൾക്കാരെ ഉരുത്തിരിക്കുന്നു. അപ്പം ഒരു ഇസ്ലാമിക രാജ്യം എന്ന് പറഞ്ഞാൽ മതേതര ജനാധിപത്യ സംവിധാനമുള്ള ഇന്ത്യ മഹാരാജ്യം ഒരു ഇസ്ലാമിക രാജ്യമാണെങ്കിൽ നമ്മൾ ആലോചിക്കണം, 10,000 ജാതി അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സംസ്കാരം, ഈ സംസ്കാരമെല്ലാം ഇല്ലായ്മ ചെയ്ത് ഒരേ സംസ്കാരത്തിൽ അല്ലെങ്കിൽ ഒരേ ഒരു മതത്തിലേക്ക് ഏകീകരിക്കണമെങ്കിൽ എന്തും വേണ്ടി പണിയെടുക്കണം, അല്ലെങ്കിൽ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്തും വേണ്ടി ആൾക്കാരെ തല്ലിക്കൊന്ന് വരുതിക്കാക്കി കൊണ്ടുവരേണ്ട ഒരു രീതിയാണ്. അപ്പൊ അതിന് തയ്യാറെടുപ്പ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അത് സാധ്യമാകും എന്ന് വിശ്വസിച്ച് അല്ലെങ്കിൽ അത് സാധ്യമാക്കും എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയായിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പൊ അതിന്റെ ബലം എത്രത്തോളം, ഇതിന് വരുന്ന ഫണ്ട് വിദേശത്തു നിന്ന്, ഇതിനെ ഒന്നും ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഇതിനൊക്കെ മുന്നോട്ട് പോകുന്നതിന് 2014 മുമ്പുള്ള ഭരണകൂടം, ഏതാണ്ട് 25 കൊല്ലം ഉണ്ടല്ലോ പഴക്കം നമ്മൾ കാണുന്നു. 14 മുമ്പുള്ള ഭരണകൂടം, അത് രാഷ്ട്രീയ പാർട്ടി ആയാലും കൊള്ളാം, ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായാലും കൊള്ളാം, അവരെല്ലാം അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നു. അവരെല്ലാം അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഉണ്ടായ ഗുണം നമ്മൾ ഇപ്പൊ പരിശോധിക്കുമ്പോൾ ഈ പൈസ വെളിയിൽ നിന്ന് വരുന്ന പൈസ ഇവർക്ക് കിട്ടുന്നു. മാത്രവുമല്ല ജനാധിപത്യ സംവിധാനത്തിൽ കൂടി അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ഈ പറയുന്ന കലാപകാരികളുടെ ലോകം ഇവിടെ സൃഷ്ടിച്ചു കൊടുക്കാമെന്നും രാഷ്ട്രീയക്കാരും കലാപകാരികളും തമ്മിൽ പരസ്പരം അച്ചാരം വെച്ചുകൊണ്ട് ഒരു രാജ്യത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കിയത് കൊണ്ടാണ് ഇത്രയും ബലത്തിലും ധൈര്യത്തിലും 2047 ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അവർ പറഞ്ഞത്. പലവട്ടം പല കാര്യങ്ങൾ ഇവിടെ പറയുമ്പോൾ ഞങ്ങളെ ഒന്നും ചെയ്യാനൊക്കത്തില്ല, ഞങ്ങൾ അത്രയ്ക്ക് ശക്തരാണ്, ഞങ്ങളുടെ ഇതുവരെയുള്ള നീക്കം വിജയമായിരുന്നു, അല്ലെങ്കിൽ ഇതുവരെ അവർ നീങ്ങിയ നീക്കങ്ങൾ വിജയത്തിൽ കലാശിച്ചിട്ടുള്ള ഒരു പാരമ്പര്യമാണ് അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് സാധിച്ചിരുന്നതെല്ലാം വീണ്ടും സാധിക്കും എന്നുള്ള രീതിയിലേക്ക് ഒരു പോക്കായിരുന്നു. ആ പോക്കിന് വിലങ്ങുതടി, ആദ്യത്തെ വിലങ്ങുതടി ഇട്ടതാണ് PFI നിരോധനം. ആ PFIയുടെ ഭാഗമാണ് SDPI എന്ന് മനസ്സിലായണക്കെ പോലും അത് ഈ പറയുന്നത് പോലെ രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് അതിനെ ചില കടമ്പകൾ കൂടി കടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിന്റെ പുറകിൽ നിന്ന് 2.5 കൊല്ലം പുറകിൽ നിന്നപ്പോൾ മറഞ്ഞിരുന്നവരും ഒളിഞ്ഞിരുന്നവരും എല്ലാം അകത്താകുന്നതും അതിന്റെ കൃത്യമായിട്ടുള്ള അജണ്ട അവർ തന്നെ EDയുടെയും NIAയുടെയും ഒക്കെ മുന്നിൽ കൊണ്ട് വെച്ചു കൊടുക്കുന്നതുമായിട്ടാണ് ഇപ്പൊ നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഏതായാലും ഇവിടെ പണി നടത്തിയാലും ഇവിടുന്ന് വെളിയിൽ പോയി ഇന്ത്യക്കെതിരെ പണി നടത്തിയാലും ഇനി പണി പാലും വെള്ളത്തിൽ കിട്ടും എന്ന് മാത്രമാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്.